ഈശ്വരശികായിക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾ ദൈവദാനം, ഉദരഫലം സമ്മാനവും. നമ്മളിന്ന് ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ മക്കളുടെ മേൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ തീഷ്ണത ഉത്സാഹം കാണിച്ചാൽ മതിയോ? മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കും? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇനി എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളൊരു വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ? അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഗാന്ധിനഗർ നഴ്സിംഗ് സ്കൂളിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കാണിച്ച റാഗിങ് കോപ്രായങ്ങൾ നാട് മുഴുവൻ, ലോകം മുഴുവൻ ചർച്ചയായതാണ്. എന്താണ് ഇതിന് അടിസ്ഥാനപരമായ കാര്യം? അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവം ശരിക്കും രൂപപ്പെടുന്നത് ഭവനത്തിൽ വെച്ച് അവർ ചെറുപ്രായത്തിൽ തന്നെയാണ് ഈ സ്വഭാവം രൂപപ്പെടുന്നത്. ആ സ്വഭാവം രൂപപ്പെടുന്ന സമയത്ത് മാതാപിതാക്കൾ അവരുടെ കാര്യത്തിൽ വേണ്ടത്ര രീതിയിൽ ഒരു ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവതരമായ ധ്യാനവിഷയമാക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ്. അവരോടും ഈ സമൂഹത്തോടും നമ്മൾ ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ തിരിച്ചു നടക്കണം, അനുദപിക്കണം. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ മക്കൾ. തീർച്ചയായും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ മക്കൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ഗൗരവതരമായൊരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുമുണ്ട്. അവർക്ക് ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാതാപിതാക്കളും അവർ കുറ്റക്കാരാണ്. മാതാപിതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യാൻ തക്കവിധമുള്ള കുറ്റമുണ്ട്, ക്രിമിനൽ ഒഫൻസ് ഉണ്ടത് എന്നുള്ള വിധത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ വേണ്ടത്ര രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായ ഹൃദയ പരിശോധനയോടെ ഒരു ധ്യാനം, ഒരു ചിന്ത നമ്മൾ നടത്തണം. അതേ നമ്മുടെ മക്കളുടെ കാര്യം നമുക്ക് യാതൊരു നിയന്ത്രണമില്ല. ഏതാണ് സത്യമെന്ന് നമ്മൾ തിരിച്ചറിയും. ഒന്നെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം നമുക്ക് യാതൊരു നിയന്ത്രണമില്ല. നമ്മളുടെ പിടി എല്ലാവരും വിട്ടുപോയി. അങ്ങനെ നമ്മളുടെ പിടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ മക്കൾക്ക് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. മക്കളുടെ മറ്റു കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവർക്ക് നമ്മൾ എന്താണോ അത് നമ്മളുടെ മക്കളായി മാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കുറവുകളും മുറിവുകളും അത് മക്കളിലേക്ക് പകരപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ പകരപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ കുറവുകളും മുറിവുകളും മക്കളിലേക്ക് പകർന്നാൽ അവർ തീർച്ചയായും നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഇരട്ടി. ഇങ്ങനെ പറയാറുണ്ട്, മാതാപിതാക്കൾ രഹസ്യമായി ചെയ്യുന്ന പാപം മക്കൾ പരസ്യമായി ചെയ്യുമെന്ന്. ഒന്ന് ഓർക്കണം, സങ്കീർത്തനങ്ങൾ 127:3 പറയുന്നത് ഞാൻ വചനം സൂചിപ്പിച്ചു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനമെന്നും. ഈ മക്കളെല്ലാം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ കൂട്ടുകാരാരൊക്കെയാണോ അവരെപ്പറ്റി നമ്മളൊന്ന് അന്വേഷിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മക്കളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരൊക്കെയാണോ നമ്മൾ അന്വേഷിക്കണം. മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ, അവർ സ്കൂളോ കോളേജോ ഹോസ്റ്റലോ എവിടെയാണെങ്കിലും ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ കൂടെയൊക്കെ ഒന്ന് സന്ദർശിക്കണം. അതിൻ്റെ അധികാരികളുമായി ഒരു ആശയവിനിമയം നടത്തണം. കൂട്ടുകാരുടെ ഒരു 4-5 പേരെങ്കിലും ഫോൺ നമ്പർ വേണം. അവരുടെ പ്രശ്നങ്ങളിപ്പം നമ്മളൊന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെല്ലാം നമ്മുടെ പിടിവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആരെങ്കിലുമൊക്കെ ക്രിമിനൽ ആകുന്നുണ്ടെങ്കിൽ ഇത് കുടുംബത്തിൽ നിന്ന്, അതിൻ്റെ അടിസ്ഥാനമായ കാര്യം ലഭിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 128:3 പറയുന്നത്, ഇപ്പോൾ നമ്മൾ 127:3 ധ്യാനിച്ചത്. 128:3 പറയുന്നത്, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ അതിന് ചുറ്റും നിൽക്കുന്ന ഒലിവ് തൈകൾ പോലെയായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഭവനത്തിൽ, എനിക്ക് ദാനമായി നൽകിയ ഭവനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്നുള്ള ഈ കുടുംബത്തിൻ്റെ ഒരു അഭിഷേകത്തിന് സമൃദ്ധി എന്ന് നിലനിൽക്കുമ്പോൾ, അപ്പനും അമ്മയും കലഹിക്കുന്ന കുടുംബം ഞാൻ സൂചിപ്പിച്ച പോലെ ബ്രോക്കൺ ഫാമിലിയാണ്. അതിൽ നിന്നുണ്ടാകുന്ന മക്കളും അവരും ഇതുപോലെ ഈ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ എല്ലാ മേഖലകളും കാണിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മക്കൾ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റെടുത്ത് മാപ്പി വെച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കുറവുകളിലെ എനിക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വീണ്ടും ഈ ജെറമ്യാ പ്രവചനം 32:27, ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ
37 വചനവും നമ്മൾ ഇന്ന് വിശ്വസിച്ച് അവകാശപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം കടന്നു വന്ന് എൻ്റെ കുറവുകൾ, എൻ്റെ മക്കളുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. അത് ആരും അതിൽ മറ്റാരും അതിന് പഴിചാരാൻ സാധിക്കില്ല. വളരെ ഗൗരവതരമായ, കാരണം സ്വഭാവം രൂപപ്പെടുന്ന വളർന്നു വരുന്ന പ്രായം മുഴുവൻ നമ്മളോടൊപ്പം അവർ സഞ്ചരിച്ചത്, നമ്മളെ നോക്കി അവർ പഠിച്ചത്. അപ്പോൾ മക്കളിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ടെങ്കിൽ, ഒരു കുറ്റവാസന ഉണ്ടെങ്കിൽ അതിന് ഒരു ഗണ്യമായ ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കും ഒഴിവാകാൻ സാധിക്കില്ല എന്നുള്ള വളരെ വിസ്മയകരമായ, വളരെ പ്രധാനപ്പെട്ട സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും അമൂല്യമായ നിധിയായി ഈശോയെ കൊടുത്ത് വളർത്തണം. അതിൽ ഉപരിയായി മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയണം. പൊതുവായ സാമൂഹികമായ കാര്യങ്ങളെപ്പറ്റി ഒരു വിവരമുണ്ടാകണം. അതുകൊണ്ട് നമ്മളുടെ ഒരു ജീവിതമാണ് കുട്ടികൾ നോക്കുന്നത്. നമ്മുടെ ജീവിതം ഈ മക്കൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാകുവാൻ കഴിഞ്ഞാൽ ഒത്തിരി ക്രിമിനലുകൾ ഇല്ലാതാകും, ഒത്തിരി നല്ല സ്വഭാവശുദ്ധിയുള്ള മക്കളുണ്ടാകും. അതുകൊണ്ട് ഈ കേട്ട രീതിക്ക് അനുസരിച്ച്, ഈ കേട്ട വചനത്തനുസരിച്ച് നമ്മളിലും ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയാൻ, പരിശുദ്ധാത്മ നിറയാൻ, കുറവുകൊണ്ട് നിറയാൻ നമുക്കും നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.